ലോക ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത പുരസ്കാരമാണ് ബാലൻഡിയോർ. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയ താരമാണ് ലയണൽ മെസ്സി. 8 തവണയാണ് മെസ്സി ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത്. 5 തവണ പുരസ്കാരം സ്വന്തമാക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2ാം സ്ഥാനത്ത്. ഇതുകൊണ്ട് തന്നെ മറ്റൊരു താരത്തിന് മെസ്സിയുടെ റെക്കോർഡ് തകർക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ തവണ എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ എന്നിവരെ മറികടന്നാണ് മെസ്സി 8ാം ബാലൻഡിയോർ സ്വന്തമാക്കിയത്. മെസ്സിയും റൊണാൾഡോയും യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞതിനാൽ വരും വർഷങ്ങളിൽ എംബാപ്പയും ഹാലൻഡും തമ്മിലായിരിക്കും ബാലൻഡിയോർ പുരസ്കാരത്തിനായി പ്രധാനമായും മത്സരം നടക്കുകയെന്നാണ് കരുതപ്പെടുന്നത്. ഇപ്പോഴിതാ ഭാവി ബാലൻഡിയോർ ജേതാക്കൾ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് മെസ്സി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെസ്സി നിർദ്ദേശിച്ച യുവതാരങ്ങളിൽ റയൽ മാഡ്രിഡിൻ്റെ ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിംഗ്ഹാം ഇല്ല എന്നതാണ്. നിലവിൽ ഏറ്റവും സ്ഥിരതയോടെ കളിക്കുന്ന യുവതാരമാണ് ബെല്ലിംഗ്ഹാം. എല്ലെക്കിപ്പയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാലൻഡിയോർ പുരസ്കാരത്തിനായി ഭാവിയിലും ശക്തമായ മത്സരമുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഹാലൻഡ്, എംബാപ്പെ, വിനീഷ്യസ് എന്നിവർ തമ്മിലായിരിക്കും പ്രധാന മത്സരം. ബാഴ്സലോണയുടെ ലാമിൻ യമാലും ഇവർക്ക് ശക്തമായ വെല്ലുവിളിയുമായി ഉണ്ടാവും. വളരെ ചെറുപ്രായത്തിലെ മികവ് തെളിയിച്ച ലാമിൻ യമാൽ ബാഴ്സയുടെ പ്രധാന താരമായി കഴിഞ്ഞു. ഇതോടൊപ്പം മറ്റു യുവതാരങ്ങളും വളർന്നു വന്നേക്കാം. കാരണം എല്ലാ കാലത്തും മികച്ച താരങ്ങൾ ഉദയം ചെയ്യാറുണ്ട്. ഫുട്ബോളിൽ ഇനിയും നല്ലൊരു കാലഘട്ടം ഉണ്ടാവുമെന്നും അത് ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണെന്നും മെസ്സി പറഞ്ഞു. ഇംഗ്ലണ്ട് താരമായ ബെല്ലിംഗ്ഹാം റയൽ മാഡ്രിഡിനായി 31 കളിയിൽ 20 ഗോൾ നേടിക്കഴിഞ്ഞു. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടുന്നു എന്നതാണ് ബെല്ലിംഗ്ഹാമിനെ ശ്രദ്ധേയനാക്കുന്നത്. ഇത്രയും മികവുണ്ടായിട്ടും മെസ്സി ബെല്ലിംഗ്ഹാമിൻ്റെ പേര് ഒഴിവാക്കിയതാണിപ്പോൾ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.